രാവിലെ തന്നെ ആദിയുടെ ക്യാബിനിൽ എത്തിയിരുന്നു ദീപ്തി. അവളെ കണ്ടതും അവൻ എന്തെന്ന മട്ടിൽ നോക്കി. സർ, ഇന്നാണ് ഹോട്ടൽ ഹൊറൈസണിൽ വെച്ച് സംഗ്രൂപ്പായി മീറ്റിംഗ്. ദേവിനോട് അറ്റൻഡ് ചെയ്യാൻ പറ. സർ, ദേവ് സർ ഇന്ന് ഔട്ട് ഓഫ് ടൗണാണ്. അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് ഡിസിഷനായിരുന്നു. ഓക്കെ, എന്നാൽ ഞാൻ പോകാം. എപ്പോഴാണ്? ദേവായതുകൊണ്ട് ഈവനിങ് ആയിരുന്നു ഷെഡ്യൂൾ ചെയ്തത്. സാറിന് വേണമെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യാൻ വേണ്ടി വിളിച്ചു പറയാം. വേണ്ട ദീപ്തി, ആ ടൈം തന്നെ മതി. നേരത്തെ തീരുമാനിച്ചതല്ലേ. ഓക്കെ സർ. അവൾ തിരിഞ്ഞ് ഒരു ഗൂഢമായ ചിരിയോടെ നടന്നു. ആദ്യം യാതൊരു ഭാവഭേദങ്ങളുമില്ലാതെ ജോലി തുടർന്നു. ഇടയ്ക്ക് നോർമൽ രീതിയിൽ അവൻ പുറത്തേക്കിറങ്ങി വെറുതെ മുകളിലേക്ക് നടന്നു. സ്ഥിരമായി ആദ്യം മുകളിൽ ചെന്ന് നിൽക്കാറുണ്ട്. അതുപോലെ നിന്നവൻ സാധാരണ മട്ടിൽ ചുറ്റും നോക്കി. പിന്നെ ഫോൺ എടുത്തു. ഗീതു, ആര്യനെപ്പോൾ എത്തും? വൈകിട്ടെന്നാ പറഞ്ഞത്. എന്താതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവ് പോകാമെന്നേറ്റ് ഒരു മീറ്റിംഗ് അവൻ ലാസ്റ്റ് മിനിറ്റ് ഒഴിഞ്ഞു മാറി. എനിക്കെന്തോ ഒരു അപകടം മണക്കുന്നു. എന്താ അതി? അവളുടെ സ്വരത്തിൽ പേടി നിറഞ്ഞു. നീ ടെൻഷനാകണ്ട, ഒരറ്റാക്ക് വല്ലതും പ്രതീക്ഷിക്കാം. അയ്യോ ആദി. സാരമില്ല ഗീതു, അവനോട് കൈയോടെ പിടിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. പിന്നെ എനിക്ക് പുറകെ ആളുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. ആരും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായിരുന്നു. നിനക്കറിയാലോ, എനിക്കിപ്പോൾ വിശ്വസിച്ച് ഓരോന്ന് പറയാൻ ആരുമില്ല. കൂടെ ഉള്ളവർ തന്നെ ചതിക്കുമ്പോൾ ആരെയും ഇപ്പോൾ വിശ്വാസമില്ല. അവൻ്റെ സ്വരത്തിലെ വേദന അറിഞ്ഞവൾ. ആരൊക്കെ ഇല്ലെങ്കിലും ഞാനും ആര്യനും നിന്റെ ഒപ്പം കാണും. നീ സങ്കടപ്പെടേണ്ട. രേണുകയോ? അവളുടെ സേഫ്റ്റി കൂടി നോക്കേണ്ടേ? നിനക്കെതിരെ അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഉറപ്പായും അവൾക്കും എന്തെങ്കിലും അപകടം വരാൻ സാധ്യതയുണ്ട്. അവളുടെ പുറകെ ഞാൻ 2 പേരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഗീതു. സൂക്ഷിക്കണേ ആദി. ആരും വരുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. ലൊക്കേഷൻ അയക്കേ. ഞാൻ സമ്മതം അറിയിച്ച് ഫോൺ വെച്ചു. ഉച്ചവരെയും രേണുവിന് നല്ല ജോലിയുണ്ടായിരുന്നു. ആദ്യം കാണരുതേ എന്നുള്ള പ്രാർത്ഥന ഫലിച്ചു. അന്നത്തെ ദിവസം അവൾ അവനെ കണ്ടതേയില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ആണ് അവൾക്ക് കുറച്ചു നേരം വിശ്രമിക്കാൻ സമയം കിട്ടിയത്. എന്നാൽ ദീപ്തി മാഡത്തിനെ വിളിക്കാൻ സ്റ്റാഫ് വന്ന് പറഞ്ഞു. ക്യാബിനുകൾ മിക്കതും ഒഴിഞ്ഞു കിടപ്പായിരുന്നു. ആരും ലഞ്ച് കഴിച്ചു വന്നില്ല. ദീപ്തിയുടെ ക്യാബിനിൽ മുട്ടിയവൾ. അകത്തു നിന്നും ഒരു പ്രതികരണവും കേൾക്കുന്നില്ല. രേണു ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ക്യാബിൻ ശൂന്യമായിരുന്നു. അവൾ സംശയത്തോടെ നിന്നു. ദീപ്തി മുകളിലേക്ക് വരുന്നത് താൻ കണ്ടിരുന്നു. പിന്നെ എങ്ങോട്ട് പോയി കാണും? റൂമിൽ നിന്നും ഇറങ്ങുന്ന കോറിഡോറിന് സമീപം ആരുടെയോ ശബ്ദം കേട്ടവൾ. ദീപ്തിയുടെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം അങ്ങേ തലയ്ക്കിൽ കണ്ടവൾ. അങ്ങോട്ടേക്ക് നടക്കും തോറും അവൾ സംസാരിക്കുന്നത് അവ്യക്തമായി കേട്ടുകൊണ്ടിരുന്നു. ആദ്യോട് ഹോട്ടലും റൂമുമൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം നടക്കും, നീ പേടിക്കണ്ട. എല്ലാം നമ്മളുടെ പ്ലാൻ പോലെ തന്നെ നടക്കും. രേണുവിൻ്റെ കാലുകൾ തറഞ്ഞു നിന്നവിടെ. അവൾ പെട്ടെന്ന് തന്നെ അടുത്ത് കണ്ട മുറിയിലേക്ക് കയറി. ഇപ്പോൾ ദീപ്തി പറയുന്നത് വ്യക്തമായും കേൾക്കാം. അവൾ തന്നെ കാണാനും സാധ്യതയില്ല. ആദി സാറിനെതിരെ എന്തോ പ്ലാൻ ചെയ്യുകയാണോ അവൾ? അവൾ സംശയത്തോടെ കാതു കൂർപ്പിച്ചു. സംസാരം അവസാനിപ്പിച്ചു ദീപ്തി. എന്നിട്ട് വേറെ ആരെയോ വിളിക്കുന്നുണ്ട്. ഡാ, ഞാനാണ്. ഹോട്ടൽ ഹൊറൈസൺ റൂം നമ്പർ 304. എല്ലാം റെഡി ആയിരിക്കണം. പ്ലാൻ ചെയ്തതുപോലെ എല്ലാം അവസാനിച്ചാൽ ലക്ഷങ്ങൾ കയ്യിൽ കിട്ടും. രേണുക ആകെ സ്തംഭിച്ചു നിന്നു. ആദി സാറിനെ ഉപദ്രവിക്കാനാണോ ദീപ്തി പ്ലാൻ ഇടുന്നത്? രേണുകയ്ക്ക് ആകെ വെപ്രാളമായി. ദീപ്തിയെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടും അവൾ അവിടെ തന്നെ നിന്നു. ആദിയോട് ദേഷ്യം ഒരുപാടുണ്ട്, തന്നെ മനസ്സിലാക്കാത്തതിനും തന്നെ ഉപദ്രവിച്ചതിനും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ സ്നേഹമുണ്ട്. എത്രയൊക്കെ താൻ മറച്ചു പിടിച്ചാലും അത് അംഗീകരിക്കാതിരിക്കാൻ തനിക്കാകില്ല. അവന് ആപത്ത് വരുന്ന എന്തോ കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്തു ചെയ്യും? ആരെയെങ്കിലും അറിയിക്കാൻ തനിക്ക് പറ്റില്ല. ദേവ് സാറിനെ വിളിച്ചു പറഞ്ഞാലോ? അവൾ ഫോൺ എടുത്ത് ദേവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ബെൽ പോകുന്നതല്ലാതെ എടുക്കുന്നില്ല. അവൾ താഴേക്ക് ഇറങ്ങി വന്നു. പിന്നീടുള്ള സമയമൊക്കെയും രേണു തീയിൽ ചവിട്ടി നടക്കുന്ന അനുഭവമായിരുന്നു. ആരെങ്കിലും അറിയിക്കാനോ സഹായം തേടാനോ പറ്റിയില്ല. ഇവിടെയുള്ള ആരും തന്നെ സഹായിക്കില്ല. താൻ പറയുന്നതൊന്നും കേൾക്കാൻ കൂടി തയ്യാറാകില്ല. എന്തു ചെയ്യും? അവൾ വെപ്രാളപ്പെട്ട് നടന്നു. ഉച്ചയ്ക്ക് ശേഷം ചെയ്ത പണികളെല്ലാം താറുമാറായിരുന്നു. മിക്ക സ്റ്റാഫുകളും അവളെ വഴക്ക് പറഞ്ഞു. വൈകിട്ട് അവൾ ആദിയെ കാണാൻ തന്നെ തീരുമാനിച്ചു. അവൻ്റെ ക്യാബിനിൽ ചെന്ന് മുട്ടി. അകത്തു തിരക്കിലായിരുന്ന ആദി വാതിൽക്കൽ രേണുവിനെ കണ്ട് സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. താനെന്താ ഇവിടെ? എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആദി ചാടി എഴുന്നേറ്റു. ഇനഫ് രേണുക, ഇയാളെ കൊണ്ട് വലിയ ശല്യമായിരിക്കുന്നു. എനിക്കൊന്നും കേൾക്കണ്ട, ഇയാൾ പോകൂ. എനിക്ക് തന്നോട് സംസാരിക്കാൻ സമയമില്ല.
സർ, ഒരു 2 മിനിറ്റ് തന്നാൽ മതി, ഒരത്യാവശ്യമായതുകൊണ്ടാണ്. അവൻ ബെല്ലമർത്തി സെക്യൂരിറ്റിയെ വിളിച്ചു. ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകും, ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സെക്യൂരിറ്റി ചേട്ടൻ അവളുടെ അടുത്തേക്ക് വന്ന് സൗമ്യമായി പറഞ്ഞു. പോകാം മോളെ, സർ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഇനിയും മോളിവിടെ നിന്നാൽ എൻ്റെ പണി കൂടെ തെറിക്കും. അയാളുടെ നിസ്സഹായാവസ്ഥ കണ്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി. ആദ്യം വന്നു ക്യാബിൻ ലോക്ക് ചെയ്തു. എന്നിട്ട് ദീപ്തിയെ വിളിച്ചു. ദീപ്തി, ഇനി ആരും കാണാൻ വന്നാലും ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞേക്ക്. ആരെയും ഇങ്ങോട്ട് കയറ്റി വിടണ്ട. അവൾ സമ്മതിച്ച് ഫോൺ വെച്ചു. വൈകുന്നേരം മീറ്റിംഗ് സമയമായപ്പോൾ ആദ്യം ദീപ്തിയും ഇറങ്ങി. അതിനിടയിൽ ഗീത വിളിച്ചു. ആര്യൻ വഴിയിൽ ഒരു ആക്സിഡന്റ് കാരണം ബ്ലോക്കിൽ കിടക്കുകയാണ്. ഹോട്ടൽ മുറിയിൽ തന്നെ ഇരിക്കണമെന്ന് അവൾ ആദിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അവൻ ദീർഘമായി നിശ്വസിച്ചു. മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ വകവരുത്താനാണോ ദേവ് പ്ലാൻ ചെയ്യുന്നത്? ദീപ്തിയുടെ മുഖത്ത് വല്ലാത്തൊരു ആഹ്ലാദം തെളിഞ്ഞു കാണുന്നുണ്ട്. അവൻ പെട്ടെന്ന് വണ്ടി മുന്നിൽ പോയ കാറുകാരനെ മനഃപൂർവ്വം ഇടിച്ചു. മുന്നോട്ടാഞ്ഞ ദീപ്തിയുടെ തല എവിടെയൊക്കെയോ ഇടിച്ചു. അരികിലേക്ക് അവൻ വണ്ടി ഒതുക്കി നിർത്തി. ദീപ്തിയുടെ ബോധം പോയെന്ന് തോന്നുന്നുണ്ട്. മുന്നിൽ നിന്ന കാറുകാരൻ ഇറങ്ങിവെന്ന് എന്തൊക്കെയോ തെറി വിളിക്കുന്നുണ്ട്. ആദ്യം പെട്ടെന്ന് തന്നെ ഓഫീസിലെ ഡ്രൈവറെ വിളിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ വണ്ടിയുമായി വന്നു. അപ്പോഴേക്കും കാറുകാരനെ ആദ്യം സെറ്റിൽ ചെയ്തു വിട്ടു. അളവിൽ അധികം കാശ് കിട്ടിയപ്പോഴേ അയാൾ പ്രശ്നം ഉണ്ടാകാതെ സ്ഥലം വിട്ടു. വണ്ടിയുമായി വന്ന ഡ്രൈവറിനോട് കാറുമായി ദീപ്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞവൻ അയാൾ കൊണ്ടുവന്ന കാറിൽ കയറി ഹോട്ടൽ ലക്ഷ്യമാക്കി വിട്ടു. ഇതേ സമയം രേണു ഹോട്ടൽ ഹൊറൈസണിൽ ഒരു ഓട്ടോയിൽ വന്നിറങ്ങി. അവൾ റിസപ്ഷനിൽ ആദ്യയുടെ റൂമിൻ്റെ പേര് പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കും മുമ്പേ അവിടേക്ക് വന്ന മാനേജർ അവളെ കണ്ട് അടുത്തേക്ക് വന്നു. മാഡം, ആദിശേഷൻ സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അല്ലേ? ഇന്ന് മീറ്റിങ്ങിന് വന്നതല്ലേ? അവൾ ആണെന്ന് തലയാട്ടി. മാനേജർ തന്നെ ദീപ്തിയെ തെറ്റിദ്ധരിച്ചു എന്നവൾക്ക് മനസ്സിലായി. പക്ഷെ അവൾ അത് തിരുത്താൻ പോയില്ല. എങ്ങനെയെങ്കിലും തന്നെയും ആദിയെയും ചതിച്ചവരെ കണ്ടുപിടിക്കണം. അവൾ ആ ഉദ്ദേശത്തോടെ അയാളുടെ പുറകെ നടന്നു. മാഡം വരൂ, റൂം ഞാൻ കാണിച്ചു തരാം. ആദി സാർ ലേറ്റാകുമോ? ഞങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയാൾ ഒരു വല്ലാത്ത ചിരിയോടെ പറഞ്ഞു. ഇവിടെ വെയിറ്റ് ചെയ്യും മാഡം. അയാൾ വെളിയിലേക്ക് ഇറങ്ങി ദേവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. സർ, മാഡം എത്തിയിട്ടുണ്ട്. ആദിശേഷൻ സാറിൻ്റെ ഒപ്പമല്ല വന്നത്. ആണോ? ഓക്കെ. ആദ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നടന്നിരിക്കണം. മനസ്സിലായോ? അയാൾ സമ്മതിച്ചു. ഫോൺ വെച്ചതും ദേവ് ദീപ്തിയെ വിളിച്ചു. എന്നാൽ കോൾ പോകുന്നുണ്ടായിരുന്നില്ല. അവൻ അരിശത്തോടെ നിന്നു. ഇവൾക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഓവർ സ്മാർട്ട് കളിച്ച് തൻ്റെ പ്ലാൻ പൊളിക്കുമോ? അവൻ വെറുകിനെ പോലെ നടന്നു. തന്നെ കാത്തിരിക്കുന്ന അപകടം അറിയാതെ ആദ്യം അങ്ങോട്ടേക്ക് വന്നു. റൂം തുറന്ന് അകത്തേക്ക് കയറിയതും വെളിയിൽ പെട്ടെന്ന് ലോക്കായി. അപ്പോഴാണ് അകത്തിരിക്കുന്ന രേണുവിനെ അവൻ കണ്ടത്. നീ എന്താ ഇവിടെ? അവൻ ഞെട്ടലോട് ചോദിച്ചു. അവൾ ഉത്തരം പറയാതെ അവനെ നോക്കി. പെട്ടെന്നാണ് റൂം തുറന്ന് 4-5 പേര് അകത്തേക്ക് പാഞ്ഞു വന്നത്. ആദിക്ക് ഒന്നും ചെയ്യാനാകുന്നതിന് മുമ്പേ തന്നെ വന്നവർ എന്തോ ഒരു സ്പ്രേ ആദിയുടെയും രേണുവിൻ്റെയും മുഖത്തേക്ക് അഴിച്ചിരുന്നു. തലയ്ക്ക് ആകമാനം വല്ലാത്തൊരു പെരുപ്പ് തോന്നി ആദിക്ക്. താൻ ഒരു പുതപ്പിനുള്ളിലാണെന്നും തന്നെ ചേർത്ത് പിടിച്ചൊരു പെൺകുട്ടി കിടപ്പുണ്ടെന്നും അവന് മനസ്സിലായി. കണ്ണ് ചിമ്മി തുറന്നവൻ നോക്കി. രേണു തന്നെ വട്ടം ചുറ്റി പിടിച്ച് കിടപ്പുണ്ട്. പെട്ടെന്നാണ് കുറേ പേര് അകത്തേക്ക് കടന്നു വന്നത്. ഒപ്പം തുരുതുരെ ഫ്ലാഷ് ലൈറ്റുകളും മിന്നി. അതേസമയം ഹോസ്പിറ്റലിൽ ബോധം വന്ന് ഞെട്ടി എഴുന്നേറ്റ് ദീപ്തി. കുറച്ചു സമയമെടുത്തു അവൾക്ക് സ്ഥലകാല ബോധം വരാൻ. ഫോണോ ഒന്നും തൻ്റെ അടുത്തില്ല. തലയിൽ നല്ല വേദനയുണ്ട്. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വെളിയിലേക്ക് ഓടി. റിസപ്ഷനിലെ ടി-വിയിൽ അപ്പോഴേക്കും ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖ യുവ വ്യവസായിയെ ഹോട്ടലിൽ നിന്നും അനാശാസ്യത്തിന് പിടികൂടി. ദീപ്തിക്ക് ആകെ തല കറങ്ങുന്നത് പോലെ തോന്നി. തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നു. ഇന്ന് ആ റൂമിൽ ഉണ്ടാവേണ്ടത് താനായിരുന്നു. അതിലൂടെ അവൻ്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റാം എന്ന് ചിന്തിച്ച താൻ വെറും വെട്ടിയായി. രേണുകയോട് അവൾക്ക് തീർത്താൽ തീരാത്ത പക തോന്നി. ദേവ് ഇക്കാര്യം അറിയുമ്പോൾ എന്താകും? രേണുക എങ്ങനെ അവിടെ എത്തി? അവൾ ആലോചനയോടെ നിന്നു. ഇതേ സമയം 4 പാടു നിന്നും ഫ്ലാഷ് ലൈറ്റുകൾക്കിടയിലേക്ക് സ്റ്റേഷനിലേക്ക് ആദിയെയും രേണുകയും കൂട്ടി പോലീസ് എത്തി. പത്രപ്രവർത്തകരുടെയും ആൾക്കാരുടെയും ഇടയിൽ നിന്നും എങ്ങനെയൊക്കെയാണ് അവരെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. രേണുകയുടെ മുഖത്ത് ഷാൾ ഇട്ടിരുന്നു. വിളറി വെളുത്തിരുന്ന അവളുടെ മുഖം ആകെ തകർന്ന മട്ട്. യാന്ത്രികമായി അവൻ്റെ ഒപ്പം നടന്നവൾ. അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ആരോടുള്ള ദേഷ്യപ്രകടമാകും വിധമായിരുന്നു അവൻ്റെ നടപ്പും ചലനങ്ങളും. അകത്തേക്ക് കയറിയതും SI വന്നു. മറ്റുള്ളവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. ആദിയെയും രേണുവിനെയും ഒരുമിച്ച് ഒരു മുറിയിൽ കൊണ്ടുവന്നു. സർ, ആരും മനഃപൂർവ്വം കളിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാൻ വരുന്നതുവരെയും ഞങ്ങൾക്ക് ആരാണെന്നൊരു ഊഹവുമില്ലായിരുന്നു. ഏതോ പ്രമുഖൻ എന്ന് മാത്രമേ അറിയാവുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും മുൻകൂട്ടി പറഞ്ഞതുപോലെ മാധ്യമക്കാരായിരുന്നു ചുറ്റും. സാറാണ് എന്നറിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല.
അയാൾ തൻ്റെ നിരപരാധിത്വം വ്യക്തമാക്കി. ആദ്യമൊന്നും മിണ്ടാതെ തലയാട്ടി. എൻ്റെ ഫോൺ കാറിലുണ്ട്, അതൊന്ന് എടുക്കണം. ഹോട്ടലിലെ മുന്നിലെ കാർ പാർക്കിങ്ങിലുണ്ട്. കീ ഞാൻ തരാം. അതിനു മുമ്പ് എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പറയുന്നതിന് മുമ്പായി നിങ്ങൾ മാധ്യമങ്ങളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കരുത്, അവൻ പറഞ്ഞു. അയാൾ സമ്മതിച്ചു. ഫോൺ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. സർ, ഇതെൻ്റെ പേഴ്സണൽ ഫോണാണ്. ഇങ്ങനെയൊരു കോൾ പോയത് ആരും ഒരിക്കലും അറിയില്ല, എന്നെ വിശ്വസിക്കാം. ഇയാൾ പുറത്തേക്ക് പോയിക്കോളും. എനിക്ക് രേണുകയായിട്ടൊന്ന് സംസാരിക്കണം. സാർ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. അന്ന് അടി കൊടുത്തതുപോലെ. അന്ന് ആദ്യം രേണുവിനെ അടി കൊടുത്തത് ആലോചിച്ച് അയാൾ പറഞ്ഞു. ഇല്ല, താൻ ധൈര്യമായി പോയിക്കോ. എനിക്ക് കുറച്ച് പേഴ്സണലായി സംസാരിക്കണം. അയാൾ മുറി വിട്ടിറങ്ങി. ആദ്യം ഉടനെ തന്നെ ഗീതുവിനെ വിളിച്ചു. അവൾ ആകെ വെപ്രാളത്തിലായിരുന്നു. എന്താ ആദ്യം ഇത്? എന്തൊക്കെയാ ഈ കാണുന്നേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുക. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആരെയും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഗീതു, നിങ്ങൾ ആദ്യം എനിക്കൊരു സഹായം ചെയ്യണം. വീട്ടിൽ പോയി എനിക്കൊരു സാധനം എടുക്കണം. പിന്നെ ഞാൻ പറയുന്നത് പോലെ ചെറിയമ്മയോട് പറയണം. അതിന് ആര്യനെ വിട്ടാൽ മതി. നീ രേണുകയുടെ അമ്മയെ പോയി കാണണം. അമ്മയുടെ കാര്യം പറയുന്നത് കേട്ടതും രേണു ഞെട്ടി അവനെ നോക്കി. ഇത്രയും നേരം മനസ്സാകെ ശൂന്യമായിരുന്നു. കുറച്ചു നേരം കൊണ്ട് തൻ്റെ ജീവിതം വീണ്ടും നാശത്തിൻ്റെ പാതയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആ റൂമിലേക്ക് കയറുമ്പോഴേക്കും ആദിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഒരു നിമിഷം പോലും താൻ ഇത്തരത്തിൽ ഒരു കാര്യം ചിന്തിച്ചിരുന്നില്ല. അവൻ്റെ ജീവന് എന്തോ അപകടം എന്നായിരുന്നു തൻ്റെ വിചാരം. ആദിയുടെ പിന്നാലെ ആരൊക്കെയോ വരുന്നതും തൻ്റെ മുഖത്തേക്ക് എന്തോ ചീറ്റിത്തെറിക്കുന്നതും മിന്നായം പോലെ കണ്ടു. പിന്നെ ബോധം വരുമ്പോൾ ഒരു പുതപ്പിൻ്റെ കീഴിൽ ആദിയെ കെട്ടിപ്പിടിച്ച് കിടപ്പായിരുന്നു. അവൻ ഞരങ്ങി ഉണരുന്നത് കണ്ടാണ് താനും ഉണർന്നത്. മുഖത്തേക്ക് അടിക്കുന്ന ഫ്ലാഷ് ലൈറ്റുകളും മുറിയിലേക്ക് പാഞ്ഞു കയറി വരുന്ന കുറച്ച് രൂപങ്ങളും മാത്രമേ താൻ കണ്ടുള്ളൂ. പിന്നെ മുന്നിലേക്ക് വന്ന കാക്കിധാരികളെ കണ്ട് മനസ്സ് കുറച്ചു നാളുകൾക്ക് പിന്നോട്ട് പോയി. വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്തും തല ചുറ്റി. അപ്പോഴേക്കും ഒരു കൈ തൻ്റെ കൈയുമായി കോർത്തു പിടിച്ച് ആദ്യം ഒന്നുമില്ലെന്ന് കണ്ണടച്ചു. അവിടെ നിന്ന് ഇവിടെ വരെയും ജീവനറ്റ ശരീരം പോലെയാണ് താൻ വന്നത്. ഇങ്ങനെയൊരു വൃത്തികെട്ട ചതിയാണ് ദീപ്തി ആദിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. അതിലേക്ക് താൻ ചെന്നു വീണു. അമ്മയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നതും രേണുക പൊട്ടിക്കരയാൻ തുടങ്ങി. അച്ഛൻ മരിച്ചതും പിന്നെ തനിക്ക് വേണ്ടിയാണ് ആ പാവം ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ കൂടി അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്? ഓർക്കും തോറും രേണുക നെഞ്ചു പൊട്ടി കരയാൻ തുടങ്ങി. ആദ്യം അവളുടെ അടുത്തേക്ക് വന്നു. രേണു, അവൻ ആർദ്രമായി അവളെ വിളിച്ചു. അവൾ അവിടെ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ വിചാരിച്ചില്ല. താൻ കാരണം കഷ്ടതയും വേദനയും അനുഭവിക്കാനാണല്ലോ ഈ പാവത്തിൻ്റെ വിധി. രേണു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അറിയാതെയാണെങ്കിലും നീ ഈ ചതിയിൽ വന്ന് പെട്ടുപോയി. നമുക്ക് തലയുയർത്തി ജീവിക്കാൻ നീ എൻ്റെ ഒപ്പം നിൽക്കണം. നമുക്ക് വേണ്ടി അല്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെങ്കിലും. അവർ ഒരിക്കലും ഈ സമൂഹത്തിന് മുന്നിൽ തല കുനിക്കരുത്, മനസ്സിലായോ? അവൻ പറയുന്നത് ഒന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ തലയാട്ടി സമ്മതിച്ചു. ആ നിമിഷത്തിൽ അവൾ തന്നെക്കാളും ഏറെ അവനെ വിശ്വസിച്ചു. കുറേ സമയം കഴിഞ്ഞതും സ്റ്റേഷന് പിന്നിലെ ചെറിയ ഗേറ്റിൽ കൂടി ആര്യനും ഗീതവും കൂടി അകത്തേക്ക് വന്നു. മീഡിയക്കാരെല്ലാം പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഗീതു വന്നു രേണുവിനെ മാറ്റി നിർത്തി സംസാരിച്ചു. ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. ചേച്ചി രേണുവിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാമോ? അമ്മയുടെ പേര് കേട്ടതും അവൾ ഞെട്ടി ഫോണിലേക്ക് നോക്കി. അമ്മ ഏതോ വണ്ടിക്കകത്താണ്. അമ്മയുടെ അടുത്ത് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവൾ അമ്മയെ നോക്കി. സാരിയുടെ വായ്ത്തല കൊണ്ട് വാ അടച്ച് വിങ്ങിപ്പൊട്ടി കരയുകയാണ് സുലോചന. അടുത്തിരിക്കുന്ന സ്ത്രീ എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ, രേണു കരഞ്ഞു. എങ്ങനെയൊക്കെയോ കരച്ചിലടക്കി അവൾ സുലുവിനോട് സംസാരിച്ചു. പേടിക്കണ്ടമ്മ, എല്ലാം ശരിയാകും. എന്ത് ശരിയാകാനാണ് രേണു? ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇവർ ഒടുവിൽ ചതിച്ച നിന്റെ ഭാവി എന്താകും മോളെ? എനിക്കൊന്നും ആലോചിക്കാൻ പോലും വയ്യ രേണു. അവർ സങ്കടം സഹിക്കാൻ കഴിയാതെ നിലവിളിച്ചു കൊണ്ടിരുന്നു. എന്തെങ്കിലും ചെയ്യാം അമ്മ. ഇപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. അമ്മയോട് ആര് ചോദിച്ചാലും ഇത് തന്നെ പറഞ്ഞാൽ മതി. സുലു മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഫോൺ വെച്ച് ഗീത രേണുവിനെ സമാധാനിപ്പിച്ചു. രേണുവിനും അമ്മയ്ക്കും ഒരു പ്രശ്നവും വരില്ല. ഒരു കാര്യത്തിലും പേടിക്കേണ്ട കേട്ടോ. ആദ്യം മുഖം ഒന്ന് കഴുകി ഫ്രഷ് ആകും. ഗീത രേണുവിനെ ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ച് അവിടേക്ക് കൊണ്ടുപോയി. ആര്യനും ആദ്യം മാറി നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. രേണു മുഖമുക്കി കഴുകി വന്നു. പാരി പറന്ന് കിടന്ന മുടി കയ്യാലെ ഒതുക്കി വെച്ചവൾ. ആദ്യയുടെ ഫോൺ അപ്പോഴേക്കും ആര്യൻ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. വക്കീൽ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. ആര്യനും ഗീതും അത് കേട്ട് പുറത്തേക്ക് പോയി. ആദി രേണുകയുടെ അടുത്തേക്ക് ചെന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവൾ തല കുലുക്കി. വക്കീൽ അപ്പോഴേക്കും അകത്തേക്ക് വന്നു. അവർ രണ്ടുപേരും വക്കീലിനൊപ്പം പുറത്തിറങ്ങി. പുറത്ത് കാത്തുനിന്ന മീഡിയക്കാർ അവരെ വളഞ്ഞു. സർ, നിങ്ങളെയും നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫിനെയും ഹോട്ടലിൽ നിന്നും അനാശ്വാസത്തിന് പിടികൂടിയത് നിങ്ങൾ എതിർക്കുന്നുണ്ടോ?
എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഒരു 100 ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ അവരെ എതിരിട്ടു. എന്ത് അനാശാസ്യമാണ് നിങ്ങൾ പറയുന്നത്? ഞാനും എൻ്റെ ഫിയോൻസിയും കൂടി ഹോട്ടലിൽ മുറിയെടുത്താൽ അത് അനാശാസ്യമാകുമോ? സദാചാര ഗുണ്ടായിസമാണോ? കൂടെ നിന്നവരിൽ ആകെ മുറുമുറുപ്പുയർന്നു. ഞാനും രേണുകയും എൻഗേജഡ് ആണ്. ഞാനിവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ഹോട്ടലിലെ മെറിയാഡിൽ ഇന്ന് നൈറ്റ് ഞങ്ങളുടെ പാർട്ടിയുണ്ട്. അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമാണ് ക്ഷണം. ഒഫീഷ്യലായി ഞങ്ങൾ നാളെ പ്രസ്സിനെ അറിയിക്കാനിരുന്നപ്പോൾ ആരോ കരുതിക്കൂട്ടി ഞങ്ങൾ മോശക്കാരാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നാടകം നടത്തിയത്. സർ, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ രേണുകയല്ലേ നിങ്ങൾ ചീറ്റിങ്ങിന് കേസ് കൊടുത്തത്? എന്നിട്ട് ആ ആളെ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംഭവിച്ചതായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേന്ന് തന്നെ രേണുകയ്ക്കെതിരായ കേസ് ഞങ്ങൾ പിൻവലിച്ചത്. പിന്നെ ഞങ്ങൾ രേണുകയെ ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ വേറൊരു ദിവസം എൻഗേജ് ആകാൻ തീരുമാനിച്ചു. സർ, ഇന്ന് എൻഗേജ്മെൻറ്റ് തീരുമാനിച്ച നിങ്ങൾ എന്തിനാണ് ഹോട്ടലിൽ മുറിയെടുത്തത്? എക്സ്ക്യൂസ് മീ മിസ്റ്റർ റിപ്പോർട്ടർ, ഞങ്ങൾ രണ്ടുപേരും മെച്ചൂറായിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് എനിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതറിഞ്ഞ് രേണുകയും അങ്ങോട്ടേക്ക് വന്നു. ഇനി ഞങ്ങൾ അവിടെ എന്താണ് ചെയ്തതെന്നോ ചെയ്യാൻ പോയതെന്നോ നിങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടോ? മറ്റുള്ളവരുടെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതാണോ മാധ്യമധർമ്മം? ആദ്യക്ക് ദേഷ്യം വന്നു. രേണുക ചിരിച്ചു കൊണ്ടു നിന്നു. അവൾക്ക് അത്ഭുതം തോന്നി, തനിക്കെങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്ന്. അനുഭവങ്ങൾ അത്രയേറെ മാറ്റിയിട്ടുണ്ട്. ഇന്ന് താൻ അവിടെ എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ദീപ്തിയായിരുന്നു ഈ സ്ഥാനത്ത്. കൂടെ അപമാനിതനായി ആദി സാറും. താൻ അവരുടെ പ്ലാൻ തകർത്തത് കൊണ്ടാണ് ഇപ്പോൾ ആദി സാർ തല ഉയർത്തി നിൽക്കുന്നത്. ശത്രുക്കൾക്ക് പന്ത് തട്ടാനുള്ളതല്ല തൻ്റെയും ആദിയുടെയും ജീവിതം. അവൾ ധൈര്യത്തോടെ നിന്നു. ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള ആദിയുടെ മറുപടി കേട്ട് മാധ്യമക്കാരുടെ വായടഞ്ഞു. എനിക്ക് നിങ്ങളെ ആരെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങളുടെ KB ഗ്രൂപ്പിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിവിടെ കാണിക്കുന്നത്. ആദ്യം അവരുടെ വക്കീലിൻ്റെ കയ്യിൽ നിന്നും ഒരു ജ്വല്ലറി ബോക്സ് എടുത്ത് കാണിച്ചു. അതിൽ ഒരു പ്ലാറ്റിനത്തിൻ്റെ ഡയമണ്ട് പതിപ്പിച്ച കപ്പിൾസ് റിംഗ് ആയിരുന്നു. അതിൽ ഒരു റിംഗ് മനോഹരമായ ഒരു എമറാൾഡ് കല്ല് പതിപ്പിച്ചതായിരുന്നു. അതിൻ്റെ സൈഡിലായി ആദിശേഷൻ എന്ന് മനോഹരമായി കുത്തിയിട്ടുണ്ട്. ഒന്നിൽ രേണുക എന്ന് സാധാരണ എഴുതി ഡയമണ്ട് റിങ്ങും. ഇത് എൻ്റെ റിങ് ഇവിടെ ചെയ്യിപ്പിച്ചതല്ല, ഇമ്പോർട്ട് ചെയ്തെടുത്ത സ്റ്റോണിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നാളുകൾ എടുത്ത് ചെയ്യുന്ന മൈന്യൂട്ട് വർക്കാണ്. അതുകൊണ്ട് തന്നെ എൻഗേജ്മെൻറ്റ് ന്യൂസ് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ അത്രയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ടതാണ്. രേണുവിന് കൊടുക്കുന്ന എല്ലാ ഗിഫ്റ്റിനും അതിൻ്റേതായ മൂല്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രണയാതുരനായി അവളെ നോക്കിക്കൊണ്ട് അവൻ അരയിലൂടെ കൈ ചേർത്ത് അവളെ തന്നോട് ചേർത്ത് നിർത്തി. ആകെ ഒന്ന് ഞെട്ടിയ രേണു ആ ഭാവം മുഖത്ത് വരാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. ഇനിയൊന്നും പറയാനില്ലെന്ന മട്ടിൽ അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കിടയിലൂടെ നടന്നു. തിക്കി തിരക്കുന്ന മാധ്യമപ്രവർത്തകർക്കിടയിലൂടെ നടക്കുമ്പോൾ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. യുവ വ്യവസായിയുടെ അറസ്റ്റിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ എന്ന തലക്കെട്ടിൽ പോകുന്ന TV-യിലെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ട് ആകെ വിളറി പിടിച്ച് നടക്കുകയായിരുന്നു ദ്വീപ്. കയ്യിലിരുന്ന ഗ്ലാസ് അവൻ TV-ക്ക് നേരെ എറിഞ്ഞുടച്ചു. റൂമിൻ്റെ മൂലയിൽ ഭയന്ന് വിറച്ചു നിൽക്കുകയായിരുന്നു ദീപ്തി. അവൻ അലറിക്കൊണ്ട് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. മരണവെപ്രാളം കൊണ്ടവൾ പിടയുമ്പോൾ അവൻ ഒന്നുകൂടി പിടിമുറുക്കിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ പുറത്തേക്കുന്തി വന്നു. അവൻ പിടി വിട്ട് തിരിഞ്ഞു നടന്നു. പഴന്തുണിക്കെട്ട് പോലെ അവൾ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഡാഷ് മോളെ, നീ ഒരൊറ്റ ഒരുത്തിയാണ് എൻ്റെ പ്ലാൻ തകർത്തത്. കോപം അടക്കാനാകാതെ അവൻ കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചെറിഞ്ഞു. ദീപ്തി ചുമച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. ദേ, എന്നെ കൊല്ലാൻ നോക്കിയതാണോ? ഇല്ലടി, നിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കാം. നിനക്ക് പകരം വേറെ എവിടെയെങ്കിലും ആയിരുന്നേൻ ഇപ്പോൾ ആ പോയവളുടെ സ്ഥാനത്ത് ഇരുന്നേനെ. അവൻ്റെ മുഖം നാണക്കേട് കൊണ്ട് താഴ്ന്നേനെ. ഞാൻ ഒരുപാട് തവണ ദേവിനെ വിളിച്ചു. എനിക്കവിടെ എത്താൻ പറ്റില്ല, പ്ലാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ദേവ് എടുത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. എന്നിട്ടിപ്പോൾ എനിക്കായോ കുറ്റം? തന്നെ മാത്രം അവൻ കുറ്റപ്പെടുത്തിയത് അവൾക്ക് സഹിച്ചില്ല. നിമിഷം നേരം കൊണ്ട് തറയിൽ കിടന്നൊരു പൊട്ടിയ കുപ്പിയുമായി അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നവൻ അവളുടെ കഴുത്തിലേക്ക് ചേർത്തമർത്തി. മിണ്ടരുത്, എല്ലാം തകർത്ത് കളഞ്ഞതും പോരാ ഇപ്പം എന്നെ കുറ്റം പറയുന്നു. നിനക്ക് കാശെറിഞ്ഞു തന്നത് അവൻ്റെ കൂടെ കിടന്നും ഇരുന്നും അവൻ്റെ മനസ്സിലും ജീവിതത്തിലും കയറി പറ്റാനാണ്, അല്ലാതെ എൻ്റെ നേരെ വിരൽ ചൂണ്ടാനല്ല. ഒരു തവണ കൂടി എനിക്കെതിരെ ശബ്ദിച്ച നിന്നെ നാക്ക് ഞാൻ പിഴുതെടുക്കും. ശബ്ദിക്കാൻ പോലും ആവാതെ ദീപ്തി നിന്നു. കഴുത്തിൽ കുപ്പിയുടെ ചില്ല് ഉരഞ്ഞ് മുറിവ് പറ്റി നീറുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് അവൻ തൻ്റെ കഴുത്തറുക്കുമെന്ന് അവൾക്ക് തോന്നി. മതി നിന്റെ സേവനം, ഇനി മേലെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. അവനെ തളക്കാം വേറെ ആരെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ. അവളെ പിടിച്ച് മുന്നോട്ട് തള്ളിയവൻ അലറി. ദീപ്തി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൽ നിന്ന് ദേവിൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു അവൾ.
അവർ തമ്മിൽ കാണാറുള്ള ഹോട്ടലിലെ രഹസ്യ റൂമായിരുന്നു അത്. പുറത്തേക്ക് ഇറങ്ങി നടക്കുന്തോറും ദീപ്തിയുടെ ഉള്ളിൽ പകയെരിഞ്ഞു. രേണുകയെയും ദേവനെയും അവൾ ഒരുപോലെ വെറുത്തു. താൻ ആഗ്രഹിച്ച ജീവിതമാണ് രേണുക തന്നിൽ നിന്നും തട്ടിയെടുത്തത്. അവളെ വെറുതെ വിടാൻ പാടില്ല. അതുപോലെ തന്നെ കൊല്ലാൻ നോക്കിയ ദേവനെയും വെറുതെ വിടില്ല. ഈ ദീപ്തിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. പകയോടെ ഇറങ്ങി നടന്നവൾ. കാറിനകത്തിരിക്കുന്ന നേരവും രേണുകയുടെ മനസ്സ് അവിടെയൊന്നും അല്ലായിരുന്നു. ഇനിയുള്ള ജീവിതം ഇങ്ങനെയായിരിക്കും. എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നിൽക്കും? ഹോട്ടൽ റൂമിൽ നിന്നും അനാശ്വാസത്തിനാണ് താൻ പിടിച്ചിരിക്കുന്നത്. അമ്മയും താനും ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? പുറമെ അമ്മ കാണാൻ ധൈര്യം സംഭരിച്ച് നിന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പുകയുകയായിരുന്നു. പരിചയമില്ലാത്ത വഴികളിലൂടെ വണ്ടി ഓടുന്നത് കണ്ട് അവൾ സ്വബോധത്തിലേക്ക് വന്നു. മുറുകിയ മുഖവുമായി ആദി തൻ്റെ അടുത്തിരിപ്പുണ്ട്. സ്റ്റേഷനിൽ വെച്ച് കണ്ട ഗീതവും ആര്യനും മറ്റൊരു കാറിൽ പിന്നാലെ വരുന്നുണ്ട്. എന്നെ വീട്ടിലേക്ക് വിട്ടാൽ മതി, അമ്മ അവിടെ കാണും, അവൾ ആദിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആദിയുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. വേണ്ട, അമ്മ എൻ്റെ വരവ് നോക്കി കാത്തിരിപ്പുണ്ടായിരിക്കും. എനിക്ക് വീട്ടിൽ പോകണം. മിണ്ടാതിരിയടി. ആദിയുടെ അലർച്ചയിൽ രേണുകയും കാർ ഓടിച്ചിരുന്ന ഡ്രൈവറും ആകെ ഞെട്ടി. അയാൾ മിററിൽ കൂടെ ആദ്യം നോക്കി. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കടാ, അവൻ അയാളെ നോക്കി അലറി. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും രേണുക ധൈര്യം സംഭരിച്ച് അവനെ നേരെ നോക്കി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയല്ലേ അത്തരം ഒരു നാടകം കളിച്ചത്? ഇനി എന്നെ വെറുതെ വിട്ടൂടെ? ആദ്യം പല്ല് ഞെരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നിട്ട് ഡ്രൈവറോട് കാർ ഒതുക്കാൻ പറഞ്ഞു. താനൊരു 5 നിമിഷം പുറത്തിറങ്ങി നിൽക്ക്, ഞങ്ങൾക്ക് സ്വല്പം സംസാരിക്കാനുണ്ട്, അവൻ അയാളോട് പറഞ്ഞു. അയാൾ വെളിയിലേക്ക് ഇറങ്ങി പോയി. അപ്പോഴേക്കും ആദിയുടെ ഫോൺ ശബ്ദിച്ചു. ആര്യനാണ്. എന്ത് പറ്റി ആദി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ കാർ ഒതുക്കിയത്? അവൻ്റെ ശബ്ദം രേണുകയും കേട്ടു. എനിക്ക് രേണുകയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ കയറിപ്പോയിക്കോളൂ, ഞങ്ങൾ വരാം. ഫോൺ വെച്ച് ആദി രേണുകയുടെ നേർക്ക് തിരിഞ്ഞു. ലേശം മോളെ, എന്ത് കൂപ്പിനാണ് നീ ആ മുറിയിലേക്ക് വന്നത്? അത് സാറിന് എന്തോ അപകടപ്പെടുത്താൻ പോണു എന്ന് ദീപ്തി പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. എന്നെ അപകടപ്പെടുത്താൻ പോകുന്നെങ്കിൽ അവിടെ നിനക്ക് എന്താ കാര്യം? നിന്റെ ശത്രുവല്ലേ ഞാൻ. എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? വേറെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? നിനക്ക് അപകടം പറ്റിയിരുന്നെങ്കിൽ? അവളൊന്നും മിണ്ടിയില്ല. എന്നെ കൊന്നാലും എന്ത് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇന്ന് നിന്റെ സ്ഥാനത്ത് ദീപ്തി ആയിരുന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല, ആദി രോഷത്തോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ട് രേണുകയ്ക്ക് വല്ലാതെ വേദനിച്ചു. രേണുക ഒന്നും മിണ്ടാതെ നിന്നു. ആദ്യ ഡ്രൈവറെ വിളിച്ചു. പേഴ്സ് തുറന്ന് കാശ് കൊടുത്തു. ഒരു ടാക്സി വിളിച്ച് താൻ ഓഫീസിലേക്ക് പോയിക്കോളും, ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകണം. വേണ്ട സർ, എൻ്റെ കയ്യിൽ കാശുണ്ട്. അയാൾ അത് നിരസിച്ചു. സാരമില്ല, വെച്ചോളൂ, അവൻ അയാളുടെ കയ്യിൽ കൊടുത്തു. അവൻ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു. എന്നിട്ട് കാറെടുത്തു തൊട്ടടുത്ത ബീച്ചിൽ കൊണ്ടുപോയി നിർത്തി. നിശബ്ദയായി ഇരിക്കുന്ന രേണുവിൻ്റെ നേരെ തിരിഞ്ഞവൻ. തൻ്റെ അനാവശ്യ എടുത്തുചാട്ടമാണ് ഇത്രയും വഷളാക്കിയത്. നിന്നോട് ആരാ എൻ്റെ പുറകെ വരാൻ പറഞ്ഞത്? അവളൊന്നും മിണ്ടിയില്ല. രേണുക, നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആൻസർ മീ. ഇപ്പം ഞാൻ വന്നതായ കുറ്റം. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ സ്ഥാനത്ത് ദീപ്തി ആയിരുന്നേനെ. നിങ്ങളെ ചതിയിലൂടെ കല്യാണം കഴിക്കാനായിരിക്കും അവൾ പ്ലാൻ ഇട്ടത്. അവൾ അവനെ നോക്കി. ആയിക്കോട്ടെ, നിന്റെ സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടാകില്ല. അപ്പോൾ ദീപ്തിയുടെ പേര് നിങ്ങളുമായി വന്നിരുന്നതിന് പ്രശ്നമില്ലേ? എൻ്റെ പേര് വന്നതാണോ കുഴപ്പം? അതെ, അവളാണെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെ ഞാൻ പ്രസ്സിനോട് പറയും. അവളുമായി എൻഗേജഡ് ആകും. 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ പിരിയും. ഇനി പിരിഞ്ഞില്ലെങ്കിലും ഞാൻ അവളെ കെട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ശത്രുവാണ് അവൾ. അവളുടെ പ്ലാൻ പ്രകാരം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ. അതായിരിക്കും അവൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അവളുടെ ജീവിതം ഞാൻ നരകതുല്യമാക്കിയിരിക്കും. അവൾ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു? രേണു ഞെട്ടലോടെ ചോദിച്ചു. അറിയാം. അവളുടെ പുറകിൽ ആരുണ്ടെന്നും അറിയാം. രേണുക ഡോർ തുറന്നിറങ്ങി മുന്നിലേക്ക് കയറിയിരുന്നു. ആരാ അവളുടെ പുറകിൽ? അത് നിന്നോട് പറയാൻ സമയമായിട്ടില്ല, ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഇല്ല, എനിക്കറിയണം ആരാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയണം. പറ. അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. ഇപ്പോൾ പറ്റില്ല രേണുക, എനിക്ക് കുറച്ച് സമയം വേണം. കൈയോടെ പിടിക്കണം. ഇപ്പം ആരോടും പറയാൻ നിവൃത്തിയില്ല. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ നിരപരാധിയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ എന്തിനാ എന്നെ ഓഫീസിലേക്ക് തിരികെ വിളിച്ചത്? എന്തിനാ ഓഫീസിൽ വെച്ച് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? അവനൊന്നും മിണ്ടിയില്ല. നിങ്ങൾക്ക് ഞാനൊരു തമാശ ആയിരുന്നല്ലേ? എന്തായാലും ഞാൻ കുറ്റക്കാരിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ആ അവസരം മുതലെടുക്കാമെന്ന് വിചാരിച്ചല്ലേ? ദുഷ്ടനാണ് നിങ്ങൾ. എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഹോട്ടലിൽ വരെ വന്നത്. എന്നെ കാത്ത് എന്ത് അപകടമാണ് ഉള്ളത് എന്ന് പോലും ഞാൻ ആലോചിച്ചില്ല. നിങ്ങളെ സത്യം ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് അപകടമൊന്നും വരാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ
അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. അവളെ വലിച്ച് നെഞ്ചോട് ചേർക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൾ കണ്ണുകൾ തുടച്ചു നിവർന്നിരുന്നു. ഇനിയൊന്നും സംസാരിക്കാനില്ലെന്ന മട്ടിൽ അവൾ സീറ്റിലേക്ക് ചാരിക്കിടന്നു. രേണുക, ഇറങ്ങി വരും. ആദ്യയുടെ ശബ്ദം കേട്ട് അവൾ കണ്ണുകൾ തുറന്നു. ഏതോ ഒരു വീടിൻ്റെ മുന്നിലാണ് ഗീതു എന്ന കാർ കിടപ്പുണ്ട് മുറ്റത്ത്. അവൾ ഡോർ തുറന്നിറങ്ങി. അകത്തേക്ക് ചെന്നതും സോഫയിലിരിക്കുന്ന സുലോചനയെ കണ്ടു. അവൾ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ അവളെ ചേർത്ത് പിടിച്ചു. ആദ്യ ചെറിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവർ കരച്ചിലോടെ അവനെ നോക്കി. എനിക്ക് നിന്നോട് സംസാരിക്കണം. അവർ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. പിന്നാലെ ആദ്യയും. ഇത് ആദ്യയുടെ വീടാണെന്ന് രേണുകയ്ക്ക് മനസ്സിലായി. അവൾ അമ്മയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ആര്യനും ഗീതവും അവളെയും സുലോചനയും ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആദി, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ആര്യനും ഗീതവും എന്നോടൊന്നും പറയുന്നില്ല. ദേവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. ശത്രുക്കൾ ചതിച്ചു എന്ന് ഗീതു പറഞ്ഞു. ഏത് ശത്രുക്കളാണ്? എന്നോട് പറ ആദി. അന്ന് രേണുകയുടെ പ്രശ്നത്തിൽ സംഭവിച്ചതും ഇങ്ങനെയൊക്കെയല്ലേ? ആ നിരപരാധിയുടെ ജീവിതവും നശിപ്പിച്ച ശത്രു ആരാണ്? അച്ഛൻ്റെ എതിരാളികൾ ആരെങ്കിലും ആണോ? അവൻ അവരുടെ കൈകൾ തൻ്റെ കയ്യിലെടുത്തു. ചെറിയമ്മയ്ക്ക് എന്നെ വിശ്വാസമുണ്ടോ? എന്താണ് ആദി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ പിന്നെ ആരെ വിശ്വസിക്കാനാ? എന്നാൽ കുറച്ച് നാൾ കൂടി എനിക്ക് സമയം തരണം. ഇപ്പോൾ ഒരു കാര്യവും പറയാനുള്ള സാഹചര്യമല്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവർ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. പിന്നെ അവൻ്റെ കൈകളെ പൊതിഞ്ഞു പിടിച്ചു. എനിക്ക് നിന്നെ വിശ്വാസമാണ് മറ്റാരേക്കാളും. പക്ഷെ എന്താ നിൻ്റെ ഉദ്ദേശം ആദി? രേണുകയുടെ കാര്യത്തിൽ ഇന്ന് എൻഗേജ്മെൻറ്റ് നടത്തണമെന്നൊക്കെ പറയുന്നത് കേട്ടു. വേണം ചെറിയമ്മ, പത്രക്കാരോടെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല. എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് എന്താ നിൻ്റെ ഉദ്ദേശം? അവരുടെ സ്വരം കടുത്തു. 1-2 മാസം കഴിയുമ്പോൾ ഞാനും രേണുകയുമായി ഒത്തുപോകില്ലെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആകും. അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇപ്പോൾ തൽക്കാലം മാധ്യമക്കാരുടെ വായ അടയ്ക്കണം. ഞാനിത് സമ്മതിക്കില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത്. എൻഗേജ്മെൻറ്റ് ബ്രേക്കപ്പായി എന്ന് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു പോകും. നിന്നെ ആരും ചോദ്യം ചെയ്യില്ല. പക്ഷേ അവളുടെ കാര്യമോ? ആ പെൺകുച്ചി ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവളാണ്. നീ നിൻ്റെ കാര്യം മാത്രം ഓർത്താൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ചെറിയമ്മ? ഇങ്ങനെ ഒരു ചതിയിൽ വന്ന് അവൾ വീണു. ഇതല്ലാതെ മറ്റൊരു വഴി ഒന്നും ഉണ്ടായിരുന്നില്ല മുന്നിൽ. നീ അവളെ വിവാഹം കഴിക്കണം ആദി. ഈ പ്രശ്നത്തിന് അത് മാത്രമേ പരിഹാരമുള്ളൂ.